Do each problem below either in your head or using an equation with one letter or two equations with two letters. കഴിഞ്ഞ ക്ലാസ്സിൽ പെയർസ് ഓഫ് ഇക്വേഷൻസിലെ പ്രോബ്ലംസ് ഒക്കെ മെൻ്റൽ മാത്ത് വഴിയോ അല്ലെങ്കിൽ ഓൾജിബ്ര വിത്ത് വൺ ലെറ്റർ അല്ലെങ്കിൽ ഓൾജിബ്ര വിത്ത് ടു ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് താഴെ തന്നിട്ടുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. First question, in a rectangle of perimeter 1 meter, one side is 5 centimeters longer than the other. What are the length of the sides? അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 1 മീറ്റർ ആണ്. അതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 5 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ പ്രോബ്ലം ഇക്വേഷൻ വിത്ത് വൺ ലെറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് മാത്രം ഒരു ലെറ്റർ അസൈൻ ചെയ്താൽ മതി. സോ ഞാനിവിടെ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡായ ബ്രെഡ്ത്ത് എക്സ് എന്ന് എടുത്തു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വൺ സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. സോ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ വിൽ ബി എക്സ് പ്ലസ് 5. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ നമുക്ക് 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. വൺ സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സൈഡിൻ്റെ മെഷർമെൻറ്റ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ പെരിമീറ്ററിൻ്റെ മെഷർമെൻറ്റും സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസൊക്കെ കറക്റ്റ് ആവുള്ളൂ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് പ്ലസ് ബ്രെഡ് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 പ്ലസ് എക്സ് is equal to 100. That is 2 into 2x plus 5 is equal to 100. 2x plus 5 is equal to 100 by 2, that is equal to 50. 2x is equal to 50 minus 5, that is 45. X is equal to 45 by 2, that is equal to 22.5 centimeter. So breadth of rectangle is equal to x, that is equal to 22.5 centimeter. Length of rectangle is equal to x plus 5, that is equal to 22.5 plus 5, that is equal to 27.5 centimeter. A class has 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice that of the boys. How many girls and boys are there in the class? ഞാൻ ഈ പ്രോബ്ലം ഇക്വേഷൻ വിത്ത് വൺ ലെറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു വേരിയബിളിന് ഒരു ലെറ്റർ അസൈൻ ചെയ്യാം. ഞാനിവിടെ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദർ ആർ 4 more girls than boys. Therefore number of girls is equal to number of boys plus 4. That is number of girls is equal to x plus 4. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് when 8 boys were absent, number of girls was twice that of boys. Therefore number of girls is equal to 2 into number of boys minus 8 boys. That is number of girls x plus 4 എന്ന് കണ്ടു. So x plus 4 is equal to 2 into x minus 8. That is x plus 4 is equal to 2x minus 16. ഇനി -16 നമുക്ക് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ -16 പ്ലസ് 16 ആവും. അതേപോലെ എക്സിനെ നമുക്ക് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് മൈനസ് എക്സ് ആവും. ദാറ്റ് ഈസ് 16 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 2x മൈനസ് എക്സ്, ദാറ്റ് ഈസ് 20 ഈസ് ഈക്വൽ ടു എക്സ്. Therefore number of boys is equal to x, that is 20. Number of girls is equal to x plus 4, that is 20 plus 4, that is 24. A man invested 10,000 rupees split into 2 schemes at annual rates of interest 8% and 9%. After 1 year he got 875 rupees as interest from both. How much did he invest in each? അതായത് ഒരാൾ 2 സ്കീമുകളിലായിട്ട് 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. ഒരു സ്കീമിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%ഉം മറ്റേ സ്കീമിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9%ഉമാണ്. അയാൾക്ക് ഒരു വർഷത്തിന് ശേഷം 875 rupees ഇൻട്രസ്റ്റ് ആയിട്ട് 2 സ്കീമിൽ നിന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 2 സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഞാൻ ഈ പ്രോബ്ലം ഇക്വേഷൻ വിത്ത് 2 ലെറ്റേഴ്സ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് വേരിയബിൾസിനും 2 ലെറ്റേഴ്സ് അസൈൻ ചെയ്യണം. സോ ഞാൻ എമൗണ്ട് ഹി ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തു. അതേപോലെ എമൗണ്ട് ഹി ഇൻവെസ്റ്റഡ് ഇൻ സെക്കൻഡ് സ്കീം ഈസ് ഈക്വൽ ടു വൈ എന്നും എടുത്തു. ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈം ആണ്. So interest got from first scheme after 1 year is equal to x into 8/100 into 1. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത് 8% ആണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100ലുള്ള വാല്യൂ ആണ്. അതുകൊണ്ടാണ് 8%നെ നമ്മൾ 8/100 എന്ന് എഴുതുന്നത്. ടൈം 1 ഇയർ ആയതുകൊണ്ട് ഇൻറ്റു 1 എന്ന് എഴുതാം. സോ ദിസ് ബിക്കം 8x/100. അതേപോലെ ഇൻട്രസ്റ്റ് ഗോട്ട് ഫ്രം സെക്കൻഡ് സ്കീം ആഫ്റ്റർ 1 ഇയർ ഈസ് ഈക്വൽ ടു y into 9/100 into 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9y/100. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് he invested total amount of 9,000 rupees in both schemes. Therefore, amount he invested in first scheme plus amount he invested in second scheme is equal to 10,000. That is x plus y is equal to 10,000. ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അതേപോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് after 1 year he got interest of 875 rupees from both scheme. That means interest he got from first scheme plus interest he got from second scheme is equal to 875 rupees. That is 8x/100 plus 9y/100 is equal to 875. ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ 1ൽ നിന്നും വൈയുടെ വാല്യൂ കാണാം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 10,000 എന്നാണ്. സോ വൈ ഈസ് ഇക്വൽ ടു 10,000 മൈനസ് എക്സ്. ഇനി വൈയുടെ വാല്യൂ ഇക്വേഷൻ 2ലിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 8x/100 പ്ലസ് 9/100 ഇൻറ്റു 10,000 മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു 875. ദാറ്റ് ഈസ് 8x/100 പ്ലസ് 9 into 10,000/100 minus 9x/100 is equal to 875. That is 8x/100 plus 900 minus 9x/100 is equal to 875. ഇവിടെ 8x/100ലും മൈനസ് 9x/100ലും എക്സ് കോമൺ ആയിട്ടുണ്ട്. സോ ഇതിൽ നിന്നും എക്സ് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 8/100 മൈനസ് 9/100 ഈസ് ഈക്വൽ ടു 875 മൈനസ് 900. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 8 മൈനസ് 9/100 ഈസ് ഈക്വൽ ടു മൈനസ് 25. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു minus 1/100 is equal to minus 25. x/100 is equal to 25. Therefore x is equal to 25 into 100, that is 2,500. That is amount he invested in first scheme is equal to x, that is 2,500 rupees. Amount he invested in second scheme is equal to y, that is 10,000 minus x, that is 10,000 minus 2,500, that is 7,500 rupees. A 3.5 meter long rod is to be cut into 2 pieces. One piece is to be bent into a square and the other into an equilateral triangle. The length of their sides must be the same. How should it be cut? അതായത് 3.5 മീറ്റർ ലെങ്ത്തുള്ള ഒരു റോഡ് 2 പീസായിട്ട് കട്ട് ചെയ്തു. അതിലൊരു പീസ് ബെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വയറാക്കി, മറ്റേ പീസ് ബെൻഡ് ചെയ്തിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാക്കി. സ്ക്വയറിൻ്റെയും ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ റോഡ് കട്ട് ചെയ്ത ലെങ്ത്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ പ്രോബ്ലം ഇക്വേഷൻ വിത്ത് 1 ലെറ്റർ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഒരു വേരിയബിളിന് ഒരു ലെറ്റർ അസൈൻ ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് സ്ക്വയർ ആൻഡ് സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആർ സെയിം. സോ ഞാൻ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുത്തു. 3.5 മീറ്റർ ലെങ്ത്തുള്ള റോഡ് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്തിട്ടാണ് സ്ക്വയറും ഇക്വലാറ്ററൽ ട്രയാങ്കിളുമൊക്കെ ഉണ്ടാക്കിയത്. സോ നമുക്ക് പെരിമീറ്റർ ഓഫ് സ്ക്വയർ പ്ലസ് പെരിമീറ്റർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 3.5 മീറ്റർ എന്നെഴുതാം.
Perimeter of square is equal to x plus x plus x plus x, that is 4x. Perimeter of equilateral triangle is equal to x plus x plus x, that is 3x. So 4x plus 3x is equal to 3.5, that is 7x is equal to 3.5. x is equal to 3.5 by 7. 3.5 നമുക്ക് 35/10 എന്ന് എഴുതാം. സോ x is equal to 35/7 into 10. 35ൽ 5 7 ആണുള്ളത്. സോ നമുക്ക് 35 കട്ട് ചെയ്തിട്ട് 5 എന്ന് എഴുതാം. 10ൽ 2 5s ആണുള്ളത്. സോ 10 കട്ട് ചെയ്തിട്ട് 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/2, ദാറ്റ് ഈസ് 0.5 meter. So perimeter of square is equal to 4x, that is 4 into 0.5, that is 2 meter. Perimeter of equilateral triangle is equal to 3x, that is 3 into 0.5, that is 1.5 meter. So the road is cut into pieces of 2 meter and 1.5 meter. The distance travelled in t seconds by an object starting with a speed of u meter per second and moving along a straight line with a speed increasing at the rate of a meter per second every second is given by ut plus half at square meter. An object moving in this manner travels 10 meter in 2 seconds and 28 meter in 4 seconds. With what speed did it start? At what rate does its speed change? അതായത് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ് യു മീറ്റർ പെർ സെക്കൻഡും സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡും ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ടി സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ മീറ്റർ എന്ന് പറയാം. ഈ ഒബ്ജക്റ്റ് 2 സെക്കൻഡിൽ 10 മീറ്റർ മൂവ് ചെയ്യുന്നു. അതേപോലെ 4 സെക്കൻഡിൽ 28 മീറ്റർ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡും അതേപോലെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് യു ആൻഡ് എ. ഞാൻ ഈ പ്രോബ്ലം ഇക്വേഷൻ വിത്ത് 2 letters മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ മീറ്റർ, വേർ യു ഈസ് ഈക്വൽ ടു സ്പീഡ് വെൻ ഇറ്റ് സ്റ്റാർട്ട്, ടി ഈസ് ടൈം ഇൻ സെക്കൻഡ്, എ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റ് മൂവ്സ് 10 meter in 2 seconds. സോ നമുക്ക് ഇത് ഈ ഇക്വേഷനിലിട്ട് കൊടുക്കാം. That is 10 is equal to u into 2 plus half into a into 2 square. That is 10 is equal to 2u plus 2a. That is 2 into u plus a. That is u plus a is equal to 10/2, that is 5. u plus a is equal to 5. ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റ് മൂവ്സ് 28 meter in 4 seconds. സോ നമുക്കിത് ഇക്വേഷനിലിട്ട് കൊടുക്കാം. 28 ഈസ് ഈക്വൽ ടു യു ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ. ദാറ്റ് ഈസ് 28 ഈസ് ഈക്വൽ ടു 4u പ്ലസ് 8a. ദാറ്റ് ഈസ് 4 ഇൻറ്റു യു പ്ലസ് 2a. യു പ്ലസ് 2a ഈസ് ഈക്വൽ ടു 28/4, ദാറ്റ് ഈസ് 7. യു പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ 1ൽ നിന്നും എയുടെ വാല്യൂ കാണാം. ഫ്രം ഇക്വേഷൻ 1 എ ഈസ് ഈക്വൽ ടു 5 മൈനസ് യു. ഇനി എയുടെ വാല്യൂ ഇക്വേഷൻ 2ലിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് യു പ്ലസ് 2 ഇൻറ്റു 5 മൈനസ് യു ഈസ് ഈക്വൽ ടു 7. ദാറ്റ് ഈസ് യു പ്ലസ് 2 ഇൻറ്റു 5 മൈനസ് 2u ഈസ് ഈക്വൽ ടു 7. ദാറ്റ് ഈസ് യു പ്ലസ് 10 മൈനസ് 2u ഈസ് ഈക്വൽ ടു 7. ദാറ്റ് ഈസ് 10 മൈനസ് യു ഈസ് ഈക്വൽ ടു 7. 10 minus 7 is equal to u. u is equal to 3. So speed of object when it start is equal to u, that is 3 meter per second. Rate of change of speed in every second is equal to a, that is 5 minus u, that is 5 minus 3, that is 2 meter per second.